നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക വാർത്താ സമ്മേളനം നാളെ. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഉൾപ്പെടെ രാഹുലിന് മറുപടി നൽകിയേക്കും. കമ്മീഷന്റെ വാർത്താ സമ്മേളനം രാഹുലിന്റെ വോട്ട് അധികാർ യാത്ര നടക്കാനിരിക്കും. രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതിയുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് സർക്കാർ സുപ്രീം കോടതി. ജമ്മുകാശ്മീർ കിഷ്ത്വാറിലെ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ കണ്ടെടുത്തത് 60ഓളം മൃതദേഹങ്ങൾ. അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യും. നീക്കം റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ധാരണയാകാത്ത സാഹചര്യം. അടൽജി സ്മൃതിയിൽ രാഷ്ട്രം. ഇന്ന് മുൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയുടെ 7ാമത് സ്മൃതി ദിനം. ഡൽഹിയിൽ സദൈവ് അടലിൽ പുഷ്പാർച്ചനയും പ്രത്യേക പ്രാർത്ഥനയും. വാർത്തകൾ വിശദമായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ നടക്കും. പ്രതിപക്ഷ നേതാവ് രാഹുലിന് മറുപടി നൽകിയേക്കും. നാളെ വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, കോൺഗ്രസിന്റെ ആരോപണങ്ങളിലും കമ്മീഷൻ മറുപടി നൽകിയേക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനമാണ് നാളെ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവിടുത്തെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനമാണ്. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി രാഹുലിനുള്ള മറുപടി നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദം, നാളെ വൈകിട്ട് 3 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, കൂടാതെ തീർച്ചയായും രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകളുടെ പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാറുള്ളത്. എന്നാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപനം നടത്താനുള്ള സമയമായിട്ടില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും ഒപ്പം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും ബീഹാർ വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുള്ള തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കും. ഒപ്പം തീർച്ചയായും രാഹുലും കോൺഗ്രസും ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ദിവസങ്ങൾക്ക് മുൻപാണ് രാജ്യത്ത് വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നുവെന്നും കോൺഗ്രസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള രേഖകൾ ഈ ക്രമക്കേടുകൾക്ക് ലഭിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാഹുൽ വാർത്താ സമ്മേളനം നടത്തിയത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൂടിയാണ് രാഹുൽ. അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം നിരവധി തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനോട് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ, കോൺഗ്രസിൻ്റെ അന്വേഷണത്തിൽ രേഖകൾ ലഭിച്ചു എന്ന അവകാശവാദമാണ് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ആ രേഖകളും ഒപ്പം ആ പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് വെക്കണം. അത് വിശദമായി പരിശോധിക്കാമെന്ന് കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിരവധി തവണ രാഹുലിന് നോട്ടീസ് നൽകി. ഒപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പോ അടിസ്ഥാനമോ ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം നൽകണം. അതല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളോട് രാഹുൽ മാപ്പ് പറയണമെന്നും
ആവശ്യപ്പെട്ടിരുന്നു. അതിലൊന്നും യാതൊരു മറുപടിയും രേഖാമൂലം നൽകാതെ പകരം ന്യായീകരണം പ്രിയങ്ക ഉൾപ്പെടെയുള്ളവർ മുൻപോട്ട് വെച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിന് കോടതിയെ പോലെ തെളിവുകൾ ചോദിക്കുന്നു, അതായത് ഞങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് കോടതിയെ പോലെ തെളിവുകൾ ചോദിക്കുന്നത് എന്ന പ്രതികരണമായിരുന്നു പ്രിയങ്കയും രാഹുലും മറ്റു കോൺഗ്രസ് നേതാക്കളും ന്യായീകരണമായി നൽകിയത്. ഇതുവരെ അത്തരത്തിലൊരു രേഖാമൂലമുള്ള മറുപടി നൽകാൻ രാഹുൽ തയ്യാറായിട്ടില്ല. കൂടാതെ ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിൽ ഈ വർഷകാല സമ്മേളനത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും പാർലമെന്റ് മുടക്കിയ പാർട്ടികളാണ് കോൺഗ്രസും സമാജ്വാദിയും മറ്റു പ്രതിപക്ഷ പാർട്ടികളും. എന്നാൽ ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്തെങ്കിലും പരാതി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തയ്യാറാണ്. അതിന് രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം, പരാതി നൽകണമെന്നൊരു അവസരം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ 2 ആഴ്ചയായി നൽകിയിരുന്നു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ ഇന്ന് രാവിലെ 10 മണി വരെയുള്ള സമയപ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ, അതായത് എന്താണോ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള ബോഡി അധികൃതർ, അവർക്ക് മുൻപിൽ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു സിംഗിൾ പരാതി ഉന്നയിക്കാൻ കോൺഗ്രസോ RJDയോ സമാജ്വാദി പാർട്ടിയോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പകരം ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും രാജ്യത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചു എന്ന ആരോപണങ്ങളിലും തീർച്ചയായും നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് മറുപടിയും പ്രതികരണങ്ങളും ഉണ്ടാകും. ഒപ്പം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഇത് സംബന്ധിച്ചുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ജിഷ്ണു, അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു യാത്ര തന്നെ സംഘടിപ്പിക്കാൻ രാഹുൽ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വാർത്താ സമ്മേളനം. നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ രേഖാമൂലം ഒരു പരാതിയും നൽകാതെ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ മാത്രം വാർത്ത വരുന്ന തരത്തിലാണ് രാഹുലിന്റെ പ്രതികരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകണം എന്ന് വ്യവസ്ഥയുണ്ട്. പക്ഷേ അത്തരം വ്യവസ്ഥാ സംവിധാനങ്ങളൊന്നും അനുസരിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ജിഷ്ണു. വിനോദ്, നാളെ രാഹുലും ഒപ്പം RJD നേതാവ് തേജസ്വി യാദവും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുലും രാഷ്ട്രീയ ജനതാദളും സമാജ്വാദി പാർട്ടിയും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉയർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ രാഹുൽ നടത്താൻ പോകുന്ന ആ യാത്രയിൽ ഉയർത്തുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഒരു അവസരവും ഉപയോഗിക്കാതെ ഈ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതൊന്നും ബന്ധപ്പെട്ട അധികൃതരെയോ ബന്ധപ്പെട്ട സമയങ്ങളിലോ ഉന്നയിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ആരോപണമാണിപ്പോൾ രാജ്യത്തുടനീളം രാഹുൽ ഉന്നയിച്ചിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന ആരോപണമാണ് രാഹുൽ മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിൽ രാഷ്ട്രീയ പ്രവർത്തകർ, അപ്പം BJP അതിനെ രാഷ്ട്രീയപരമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ആ BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് രാഹുലിന് താഴെ തട്ടിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന വിമർശനമാണ് BJP ഉയർത്തിയത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കും. അത് ബൂത്ത് ലെവലിലേക്ക് എത്തും. ബൂത്ത് ലെവലിലുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ആ വോട്ടർ പട്ടിക ലഭ്യമാകും. അത് പരിശോധിക്കാൻ സാധിക്കും. അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക ഇതേ തരത്തിൽ വളരെ വ്യക്തമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ. രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. നടന്നത് രാഷ്ട്രപതിയുടെ അധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമെന്നാണ് സർക്കാരിൻ്റെ വാദം. സുപ്രീം കോടതിക്ക് സവിശേഷ അധികാരം നൽകുന്ന ഭരണഘടനയുടെ 142 അനുച്ഛേദം ഇത്തരത്തിൽ ഒരു അധികാരം കോടതിക്ക് നൽകുന്നില്ല എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അമിത അധികാര പ്രയോഗമാണെന്നും സർക്കാർ മറുപടി നൽകി. നേരത്തെ രാഷ്ട്രപതി തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് റഫറൻസ് നൽകിയിരുന്നു. ബില്ലുകളിൽ ഒപ്പിടാനുള്ള സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എന്ന് അതിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. റഫറൻസിനെതിരെ കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയിൽ തടസ്സവാദം ഉന്നയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഭാരതീയൻ ശുഭാൻശു ശുക്ല നാട്ടിൽ തിരിച്ചെത്തുന്നു. നാളെ രാവിലെ ശുഭാൻശു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും സൂചനയുണ്ട്. ഓഗസ്റ്റ് 22-നും 23-നും നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിന ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും.
പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ചിത്രവും അദ്ദേഹം പങ്കുവച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഏറെ ആഹ്ലാദ നിമിഷങ്ങളാണ് ഭാരതത്തെ സംബന്ധിച്ച്. അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഭാരതീയൻ ആണല്ലോ ശുഭാൻശു ശുക്ല. അദ്ദേഹം അവിടെ തിരികെ ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരികെ ഭൂമിയിൽ ഇറങ്ങിയ ശേഷം സ്വന്തം ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം സന്ദർശിക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൻ ജോസ്. തീർച്ചയായും വിനോദ്, നാളെ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് തന്നെ വായിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. നാളെ അദ്ദേഹം തിരിച്ചെത്തിയതിന് ശേഷം ഒരു പക്ഷേ പ്രധാനമന്ത്രിയെ നാളെ തന്നെ സന്ദർശിക്കും. തുടർന്ന് അദ്ദേഹം തൻ്റെ സ്വന്തം നാടായ ലക്നൌവിലേക്ക് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായൊരു നിമിഷത്തിന് സാക്ഷിയാകാൻ, അല്ലെങ്കിൽ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം എത്തുന്ന സന്തോഷം അതിരില്ലാത്ത സന്തോഷമുണ്ട് എങ്കിൽ കൂടി, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്ന അതിരില്ലാത്ത സന്തോഷമുണ്ടെങ്കിൽ കൂടി, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നോടൊപ്പം കുടുംബം പോലെയും സുഹൃത്തുക്കളെ പോലെയും കഴിഞ്ഞിരുന്ന സഹപ്രവർത്തകരെ വിട്ടുപിരിയേണ്ട വേദനയും ഒരേ സമയം നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു പ്രധാന വിഷയം, അതല്ലെങ്കിൽ ഒരു കാവ്യഭാവനയോടെ തന്നെ അദ്ദേഹം തൻ്റെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്, ഒരു മാറ്റമില്ലാതെ തുടരുന്ന ബഹിരാകാശ യാത്രികർക്ക് മാറ്റമില്ലാതെ തുടരുന്നത് മാറ്റം മാത്രമെന്ന ഒരു വാക്ക് നേരത്തെ അദ്ദേഹത്തിൻ്റെ സഹയാത്രിക കൂടിയായ പെഗ്ഗി വിറ്റ്സൻ്റെ ആ വാക്കുകളെ കൂടി കോട്ട് ചെയ്താണ് അദ്ദേഹം സമൂഹ മാധ്യമ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. അതായത് ജീവിതം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്, അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന ഒരു കവിതാശകലവും കുറിച്ച് വികാരനിർഭരമായ ഒരു പോസ്റ്റ് കൂടി, വികാരനിർഭരമായ ഒരു കുറിപ്പ് കൂടി പങ്കുവച്ചാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും നാളെ അദ്ദേഹം എത്തിയതിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനത്തിൻ്റെ, ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ ഭാഗമായുള്ള 23, അതായത് നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ ചന്ദ്രയാൻ ദൗത്യം ചന്ദ്രനിൽ ശിവശക്തി സ്ഥലിൽ ഇറങ്ങിയ ആ സമയത്തെ ആ ദിവസമായ ഓഗസ്റ്റ് 23 നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷ പരിപാടികൾ, 22-നും 23-നുമായി നടക്കുന്ന ബഹിരാകാശ ദിനാഘോഷ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് തന്നെയായാലും ഭാരതത്തിൻ്റെ അഭിമാനമായി മാറിയ, ഭാരതത്തിൻ്റെ ആദ്യ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ ആദ്യ ഭാരതീയൻ ഇന്നാളെ ഭാരതത്തിൽ തിരിച്ചെത്തുന്നു എന്ന കൗതുകകരവും സന്തോഷകരവും ആഹ്ലാദകരവും അതിലേറെ എല്ലാ യുവാക്കൾക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും തന്നെ ആവേശമുണ്ടാക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്. അതെ, ഭാരതത്തെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഇത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയൻ ശുഭാൻശു ശുക്ല നാളെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു. ഭാരതത്തിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 22-നും 23-നും നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളിലും അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്. ജമ്മു കാശ്മീരിൽ കിഷ്ത്വാർ മേഘവിസ്ഫോടനത്തിൽ 55ഓളം മരണം, 170-ലധികം പേരെ രക്ഷപ്പെടുത്തി. രക്ഷാദൗത്യത്തിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അപകടസ്ഥലം സന്ദർശിച്ചു. ജമ്മു കശ്മീരിൽ കിഷ്ത്വാർ മേഖലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും ഇതുവരെ 55 മൃതദേഹങ്ങൾ കണ്ടെത്തി. മേഖലയിൽ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും CRPF-ഉം ഉൾപ്പെടെ സംയുക്ത സേന രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇതുവരെ 170-ലധികം പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ 62 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അപകടസ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. उसी से आपको अंदाजा होता है कि कितने मुश्किल हालात हैं और हमारी मुकम्मल अभी कोशिश है कि जितना हो सके रेस्क्यू का काम हम कर लेंगे. उसके बाद रिकवरी का, जहां तक हमारी कोशिश है कि जितने लोग लापता हैं उनकी रिकवरी हो और उसके बाद रिलीफ और रिहेबिलिटेशन का काम होगा. രക്ഷാദൌത്യത്തിനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. फर्दर रेस्क्यू ऑपरेशंस पूरी तरह से पूरी रफ्तार के साथ चल रहे हैं, दिन रात चल रहे हैं. लेकिन अब हो क्या रहा है कि मलबा अगर आप वहां जाएंगे तो इतना और सारा वो मट्टी और कीचड़ से भरा हुआ है. അപകടത്തിനിരയായവരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കി. കിഷ്ത്വാറിൽ മജൈൽ മാത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത തുടങ്ങുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. നൂറുകണക്കിന് പ്രദേശവാസികളും തീർത്ഥാടകരും മേഖലയിലുണ്ടായിരുന്നു. ജനം, ഡൽഹി. ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ പ്രത്യേക പരിശീലനം. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സൈന്യം വിലയിരുത്തി. തുടർച്ചയായി ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ നടപടി.
നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിൽ സൈന്യം പ്രത്യേക പരിശീലനവും അഭ്യാസ പ്രകടനവും നടത്തി. നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനും നിയന്ത്രണ രേഖയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനുമാണ് നടപടി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകളും സംയുക്തമായാണ് പരിശീലനം നടത്തിയത്. വനമേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും സ്നൈപ്പർ വിഭാഗത്തിന്റെ പരിശീലനവും നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തിയിൽ തുടർച്ചയായി ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബാരാമുള്ള ഉറി സെക്ടറിൽ ഭീകരരെ പ്രതിരോധിക്കാനായി സൈന്യം ശക്തമായ വെടിവെപ്പ് നടത്തിയെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം നടത്തിയ യുദ്ധസമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരുകയാണ്. സൈന്യം എന്തിനും തയ്യാറാണെന്നും പാകിസ്ഥാനുമായി ഉടൻ യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ദിവസങ്ങൾക്ക് മുൻപ് കരസേനാ മേധാവി പ്രതികരിച്ചിരുന്നു. ജനം, ഡൽഹി. കേരള ക്രിക്കറ്റ് ലീഗ് ടീമുകളുടെ ഔദ്യോഗിക ലോഞ്ചിങ് നടക്കുന്നു. ഭാഗ്യചിഹ്നങ്ങളുടെ പേരും പ്രഖ്യാപനവും സംഗീത നിശ്ചയം അരങ്ങേറുന്നു. തത്സമയ ദൃശ്യങ്ങളിലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയായിരുന്നോ? എന്നത്ര ഗൗരവം? ഈ ടീം ഇങ്ങനെ തന്നെയാണോ? കുറച്ച് ഗൗരവമുള്ള ഒരു ടീം തന്നെയാണോ? നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോവാണ്. Ladies and gentlemen, put your hands together to welcome the players of Aries Kolam Sailors. Sachin Baby, Sharafuddin Anand, Abhishek G. Nair, Biju Narayanan, MS Akhil, Vishnu Vinod, Pawan Raj, Aiden Appletown, Vanshal Govind, Rahul Sharma, Atul Chitano, Amal AG, Ashik Mohammed, Bharat Surya, Sachin PS, Vijay Vishwanath, Jose Keril, Ajay Ghosh NS. Yes, our Shubhagya Kayadodi, we are welcoming Aries Kolam Sailors on the stage. Karikamakshate champion Marayanile. So our Abhimanathodu thaniyanu avare ee veediyil kavade nilkunathu, right? Yes. Also, നമ്മുടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു നമ്മുടെ ഏരീസ് കൊല്ലം സിംഗേഴ്സിന്റെ കോ-ഓർഡിനേറ്റർ ആയിട്ടുള്ള മിസ്സസ് ദീപ പ്രഭരാജ് മാം. Can we have you ma'am onto the stage please? കൈയടിയോടുകൂടി yes, can we have Mrs. ദീപ പ്രഭരാജ് ma'am also to the stage? She is the co-owner of Aries Kolam Sailors. Okay, എനിക്കൊരു ചോദ്യം ആക്ച്വലി നിങ്ങളോട് ചോദിക്കാനുണ്ട്. മാം പ്ലീസ് സെന്ററിൽ നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, ആരാണ് ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കിരീടം നേടിയെടുത്ത ഒരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ട്. സോ ഇക്കൊല്ലവും കപ്പടിക്കാൻ തന്നെയാണോ വരവ്? ഒന്നും കേൾക്കുന്നില്ല. അതെ 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 യെസ്. അപ്പൊ എന്റെ ചോദ്യം പറഞ്ഞാല് എല്ലാവർക്കും ഒരു സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ബാക്കി 5 ടീമുകളെക്കാളും നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു സ്ട്രെങ്ത് എന്തായിരിക്കും? Good evening everyone. And the question, Aries Kolam Sailors is a family and our team in the strength of another brotherhood and so we enjoy each and everyone's success and we play for this team. Our brotherhood ആണല്ലേ? ബ്രോക്കോട് പറഞ്ഞ പ്രശ്നമാണ്. ഓക്കെ, സോ ബ്രദർഹുഡ് ഇക്കൊല്ലവും പഠിക്കാനായിട്ട് നിങ്ങൾ ബ്ലെസ് ചെയ്യട്ടെ. Ladies and gentlemen, once again can we have a round of applause for Aries Kolam Sailors? Thank you so much and I think that's a time for a team photo. എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിൽക്കാവുന്ന ടീം ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. Can we all come together and close ആയിട്ട് നിൽക്കാം? Yes. Maybe കുറച്ചുകൂടെ ഫ്രണ്ട് ഇരിക്കുകയാണെങ്കിൽ അഭിപ്രായം. Ladies and gentlemen, we welcome everybody once again for Aries Kolam Sailors. That's a team. Thank you guys. Thank you so much. Please, thank you so much. Thank you the team co-owner. Thank you everybody. Thank you basket. നമ്മുടെ
ചെയ്യാനായിട്ട് പോവാണ്. The very second team നമ്മുടെ KCL സീസൺ 2 മാച്ചിൽ പങ്കെടുക്കാൻ പോകുന്ന the one and only Calicut Globsters. Can we have a round of applause for Calicut Globsters and Calicut Globsters-ന്റെ anthem നമ്മൾ കാണാനായിട്ട് പോവാണ്. On to the AV please. Krishna Kumar TV and